അഭിമാനകരമായ വാർത്ത, അപമാനകരമായ വാർത്ത, സന്തോഷകരമായ വാർത്ത, സങ്കടകരമായ വാർത്ത, അങ്ങനെ വാർത്തകൾ പലതരത്തിലാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. ആ വാർത്തകളിലേക്ക് കടന്നില്ല. ഏറ്റവും ആദ്യം ദേശാഭിമാനിയാണ്. മണിപ്പൂരിൽ പിന്തുണ പിൻവലിച്ച് NPP BJP ഒറ്റപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത എന്തെന്നാൽ വംശീയ സംഘർഷങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് വളർന്ന മണിപ്പൂരിലെ BJP സഖ്യ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച നാഷണൽ പീപ്പിൾസ് പാർട്ടി BJP കഴിഞ്ഞാൽ മുന്നണിയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് 7 അംഗങ്ങളുള്ള NPP. അക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് NPP നേതാവ് കോൺറാഡ് സാങ്മ BJP ദേശീയ പ്രസിഡന്റ് JP നദ്ദ എഴുതിയ കത്തിൽ തുറന്നടിച്ചു. മണിപ്പൂർ വിഷയം കുറച്ചുകൂടി ആളിക്കത്തുമ്പോൾ BJPക്ക് ഭരണം നഷ്ടമാകുമെന്നുള്ള ചില വാർത്തകളാണ് ദേശാഭിമാനി പുറത്തുവിടുന്നത്. ക്രമസമാധാനം തകർന്നെന്ന് സഖ്യകക്ഷികൾ പറയുന്നു എന്നുള്ളതും ഈ വാർത്തയിലെ പ്രധാനപ്പെട്ട ഭാഗമായി പറയുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത് PSCയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. PSC നിയമനം 30,000 കടന്നു. പോലീസിൽ 2043 പേർ കൂടി. ശുപാർശ അയച്ചു തുടങ്ങി. 6 മാസത്തെ പ്രതീക്ഷിത ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം. 2016 മെയ് മുതൽ LDF സർക്കാർ നൽകിയത് 2,65,200 നിയമന ശുപാർശ. ഹർത്താലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ മറവിൽ വ്യാപക ആക്രമണം. പോലീസുകാരന് പരിക്ക്. കടകൾ അടപ്പിച്ചും വാഹനങ്ങൾ തടഞ്ഞും പോലീസിനെ കയ്യേറ്റം ചെയ്തും ഹർത്താൽ അനുകൂലികൾ നഗരത്തിൽ 2 മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ജനജീവിതങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരങ്ങളൊന്നും തന്നെ ശരിയല്ല. ഈ കൊമ്പൻ കാട് കയറ്റും എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള ഒരു വാർത്തയുണ്ട്. അതായത് വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് ഇതിനെന്ത് പോകാൻ വഴിയെന്ന് ഈ കൂട്ടുകാരികൾ ചിന്തിച്ചത്. അങ്ങനെയാണ് ആനിമൽ ഡിറ്റൻഷൻ സംവിധാനം എന്ന ആശയത്തിലേക്ക് വരുത്തിയത്. ട്രാക്കിംഗ് റോവറിൻ്റെയും AI ക്യാമറകളുടെയും സഹായത്തോടെ വന്യജീവി നിരീക്ഷണവും പ്രതിരോധവും സാധ്യമാക്കുന്ന സംവിധാനം രൂപപ്പെടുത്തി. അതിന് ഗാംഭീര്യമുള്ളൊരു പേരും നൽകി ഈ കൊമ്പൻ. അതായത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് HSS വിഭാഗം വർക്കിംഗ് മോഡൽ മത്സരത്തിൽ കോഴിക്കോട് വട്ടോളി നാഷണൽ HSSലെ VK മുക്തയും RB ദേവാംഗനയുമാണ്. മുക്തയ്ക്കും ദേവാംഗനയ്ക്കും എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങൾ. വളരെ ഉപകാരപ്രദമാർന്ന ഇത്തരത്തിലുള്ള ചിന്താഗതികൾ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയിൽ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന് വിജയക്കുതിപ്പ്, സുപ്രധാനം നിർണായകം എന്നാണ് തലക്കെട്ട്. DRDOയെ പ്രതിരോധ മന്ത്രി അഭിനന്ദിച്ചു. ഭാരതം സൂപ്പർസോണിക് എലൈറ്റ് ക്ലബിൽ. ഉരുൾപൊട്ടൽ ദുരന്തം വിദേശ റിപ്പോർട്ട് നൽകാതെ സംസ്ഥാനം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ. അതായത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് നൽകേണ്ട റിപ്പോർട്ടുകൾ മുഴുവനും സംസ്ഥാനം ഇനിയും നൽകിയിട്ടില്ല. ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകേണ്ടത്. ഈ റിപ്പോർട്ട് കൂടി കിട്ടിയാലേ സംസ്ഥാനത്തിന് എത്ര തുക നൽകണമെന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് അന്തിമ തീരുമാനത്തിലെത്താനാകും. അതായത് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രവും കേരളവും ശ്രദ്ധിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. കേന്ദ്രത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് സംസ്ഥാനത്തെ ആ വയനാട്ടിലെ ആ ഗ്രാമത്തെ പുനരധിവസിപ്പിക്കുവാൻ കഴിയാത്തതെന്ന് CPM പറയുന്നു. ഇപ്പോൾ BJP പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഉരുൾപൊട്ടൽ ദുരന്തം വിശദ റിപ്പോർട്ട് നൽകാത്തത് സംസ്ഥാനമാണ്, അതായത് CPM ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ പരമോന്നത ദേശീയ ബഹുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമോന്നത ദേശീയ ബഹുമതി നൽകി ആദരിച്ച നൈജീരിയ. ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ ബഹുമതിയാണ് പ്രധാനമന്ത്രിക്ക് നൈജീരിയ നൽകിയത്. ഈ ബഹുമതി ലഭിക്കുന്ന 2ാമത്തെ വിദേശ വിശിഷ്ട വ്യക്തിയായി നരേന്ദ്രമോദി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിൽ നിന്നാണ് പ്രധാനമന്ത്രി ബഹുമതി സ്വീകരിച്ചത്. 1969 എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന വിദേശ വിശിഷ്ട വ്യക്തിത്വമാണ് മോദി. വഖഫ് കരിനിയമം ഭീതി ഉയർത്തുന്നു. മാർട്ടോണി നീലങ്കാവിൽ. വിവിധ പ്രദേശങ്ങളിൽ സ്വകാര്യ സ്വത്തുക്കളിലേക്കുള്ള വഖഫ് ബോർഡിന്റെ കടന്നുകയറ്റത്തെ ഭീതി ഉണർത്തുന്നതാണെന്നും അതിനെതിരെ ശക്തമായി പോരാടുമെന്നും സീറോ മലബാർ സഭ തൃശൂർ അതിരൂപത സഹായ മെത്രാൻ ടോണി നീലങ്കാവിൽ പറഞ്ഞു. വന്യമൃഗങ്ങളെ തുരത്താൻ ഈ കൊമ്പൻ ഇറങ്ങും എന്ന തലക്കെട്ടോടുകൂടി ഈ കൊമ്പൻ പദ്ധതി നിർമ്മിച്ച വിദ്യാർത്ഥികളുടെ വാർത്ത ജന്മഭൂമി നൽകുന്നു. മണിപ്പൂർ
ഇംഫാൽ താഴ്വരയിൽ കലാപം രൂക്ഷം. 2 മന്ത്രിമന്ദിരങ്ങൾ കൂടി കത്തിച്ചു. 4 MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. സുരക്ഷായോഗം വിളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. NPP പിന്തുണ പിൻവലിച്ച വാർത്തയും ആ വാർത്തയിൽ നൽകുന്നു മലയാള മനോരമ. മണിപ്പൂരിലെ വിഷയമാണ് മലയാള മനോരമ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. അടുത്ത വാർത്ത, ഉയർന്ന PF പെൻഷൻ വീണ്ടും വൈകും. നടപടി താൽക്കാലികമായി നിർത്തിവെച്ച് EPOF. ശമ്പളത്തിന് ആനുപാതികമായി വരുന്ന PF പെൻഷൻ നൽകുന്ന നടപടികൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ പെൻഷൻ വിതരണം വീണ്ടും വൈകുമെന്നുറപ്പായി. സഹകരണ സംഘങ്ങളിൽ പിടിവീഴും. ഒറ്റത്തവണ തീർപ്പാക്കൽ വർഷത്തിൽ ഒറ്റത്തവണ. കുടിശ്ശിക നിവാരണ പദ്ധതി ദുരുപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തൽ. കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന്റെ പേരിൽ സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പരിപാടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ സഹകരണ വകുപ്പ്. ഇനി വകുപ്പിന്റെ അനുമതിയോടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് വർഷത്തിലൊരിക്കൽ മാത്രം ഒറ്റത്തവണ കുടിശ്ശിക നിവാരണ പരിപാടി നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. മിസൈൽ പരീക്ഷണം വിജയം. ഹൈപ്പർസോണിക് നിരയിൽ ഇന്ത്യ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഹൈപ്പർസോണിക് നിരയിലേക്ക് ഇന്ത്യ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത. സെക്രട്ടേറിയറ്റ് കെട്ടിക്കിടക്കുന്നത് 3 ലക്ഷം ഫയലുകൾ. IAS-ൽ ആളില്ല. 231 ഉദ്യോഗസ്ഥർ വേണ്ടിയെടുത്ത നിലവിൽ 126 പേർ മാത്രം. മിക്ക ഉദ്യോഗസ്ഥർക്കും 4-5 വകുപ്പുകളുടെ ചുമതല. കിട്ടിയത് അപ്രധാന തസ്തികകളെന്ന് KS-കാർ. വലിയ കോലാഹലങ്ങളാണ് IAS-ലും ഒക്കെ നടക്കുന്ന. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൃത്യമായി പറയുന്നു മലയാള മനോരമ. സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് 3 ലക്ഷം ഫയലുകൾ. അതായത് 3 ലക്ഷം പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അവിടെ ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാമത്തെ കാര്യം, 231 ഉദ്യോഗസ്ഥർ വേണ്ടിയെടുത്ത നിലവിൽ 126 പേർ മാത്രം. IAS പോലെയുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു തസ്തികയിൽ ആളില്ല എന്ന് പറയുന്നത് ഏറ്റവും എന്ത് മോശമായ ഒരു കാര്യമാണ്. ഒരു IAS ഉദ്യോഗസ്ഥന് ഒന്നിൽ കൂടുതൽ തസ്തികകൾ നോക്കേണ്ട ഗതികേടുണ്ടാകുന്നു. കൂടാതെ അതേ സാഹചര്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആ വാർത്തയിലുണ്ട്. KS-കാർക്ക് കിട്ടിയത് അപ്രധാന തസ്തികകൾ എന്നുള്ള വാർത്ത. അപ്പോൾ സർക്കാരിന് ഈ മേഖലകളിലേക്കുള്ള ശ്രദ്ധയ്ക്കൊക്കെ വലിയ ഭംഗം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം എന്നുള്ള വാർത്ത. കഴിഞ്ഞ കുറേ നാളുകളായി കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പ് 20-ാം തീയതി നടക്കുന്നു. 23-ാം തീയതി എല്ലാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അവിടുത്തെയും ഫലം വരുന്നു. എന്തായാലും പാലക്കാട്ടെ പോരാട്ടത്തിൻ്റെ ശബ്ദമുള്ള പ്രചരണ ഭൂമികയുടെ അവസാന ദിവസമായിരിക്കും ഇന്ന് എന്നുള്ളതാണ് ആ വാർത്ത. മാതൃഭൂമി ഇന്ന് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത് മറ്റു ചില പ്രധാന വാർത്തകൾക്കാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ചിത്രം നൽകിയിട്ടുണ്ട്. അതായത് 2023 ഏറ്റവും അധികം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിയ രാജ്യങ്ങൾ എന്നുള്ളതാണ് തലക്കെട്ട്. കണ്ണു തുറപ്പിക്കുമോ കാലം. അതായത് കാലാവസ്ഥ ജൈവ വൈവിധ്യ പ്രതിസന്ധി പരിഹരിക്കുവാൻ സമ്പന്ന രാജ്യങ്ങൾ മുന്നോട്ട് വരാത്തതിനെതിരെ G20 ഉച്ചകോടിയുടെ വേദിയായ ബ്രസീലിലെ റിയോ ഡി ജനൈറോയിൽ തദ്ദേശീയർ നടത്തിയ പ്രതിഷേധ പ്രകടനം. US പ്രസിഡന്റ് ജോ ബൈഡൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെ ലെയ്ൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ എന്നിവരുടെ കൂറ്റൻ ചിത്രങ്ങൾ വെള്ളത്തിൽ മുക്കിയായിരുന്നു പ്രതിഷേധം. 29-ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാങ്കുവിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ചൈന, US, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ബ്രസീൽ എന്നിവയാണ് 2023 ഏറ്റവും അധികം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിയ രാജ്യങ്ങൾ. അന്തരീക്ഷത്തിലെത്തിയ ഹരിതഗൃഹവാതകങ്ങളുടെ 62.7% ഇവരുടെ വകയാണ്. ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വാർത്ത, ഏറ്റവും വേദനാജനകമായൊരു വാർത്ത, ഏറ്റവും അപമാനകരമായൊരു വാർത്ത. 2023 ഏറ്റവും അധികം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളിയ രാജ്യം കണക്കുകൾ സഹിതമാണ് കൊടുക്കുന്നത്. 1-ാം സ്ഥാനത്ത് ചൈന 30.10%, 2-ാം സ്ഥാനത്ത് US 11.25%, 3-ാം സ്ഥാനത്ത് ഇന്ത്യ 7.80%, 4-ാം സ്ഥാനത്ത് യൂറോപ്യൻ യൂണിയൻ 6.08%, 5-ാം സ്ഥാനത്ത് റഷ്യ 5.05%, ജപ്പാൻ 8-ാം സ്ഥാനത്ത് 1.97%. കനലടങ്ങാതെ മണിപ്പൂർ, യുദ്ധസമാനം, തീവെപ്പ്, ആക്രമണം. BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് സഖ്യകക്ഷികൾ. റാലികൾ റദ്ദാക്കിയ അമിത്ഷാ ഓടിയെത്തി. ഇവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മണിപ്പൂരിനെ ഇപ്പോൾ ഒരു വോട്ട് ബാങ്കായി മാത്രമാണ് BJP കാണുന്നത്. ഇത്രയും നാള് കൃത്യമായ രീതിയിൽ നിലപാടെടുക്കുകയോ കാര്യമായ രീതിയിൽ ഇടപെടുകയോ ചെയ്യാതിരുന്ന BJP ഇപ്പോൾ അവിടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവിടേക്ക് ഇടപെടാൻ ഓടിയെത്തുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. സഹകരണ സംഘങ്ങളുടെ 300 സേവനങ്ങൾ എന്ന പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകുന്നു. ഹൈപ്പർസോണിക് വിസ്മയം, ഹൈപ്പർസോണിക്കുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഇടം നൽകുന്നു മാതൃഭൂമി.
അതുവരെ മലയാളം കണ്ടുവന്ന കാമുകന്മാരെ പോലെ ശ്രീധരൻ അവളെ മാനെന്നും വിളിച്ചില്ല, മയിലെന്നും വിളിച്ചില്ല, പകരം ഉള്ളു തുറന്ന് കള്ളിപ്പെണ്ണെ എന്ന് വിളിച്ചു. ജാതിയുടെ വരമ്പുകൾ മുറിച്ച് ശ്രീധരനും നീലിയും പ്രണയിച്ചു. മലയാള സിനിമയിൽ പുരോഗമന ചിന്തകൾക്ക് വിത്തിട്ട നീലക്കുയിൽ പുറത്തിറങ്ങിയിട്ട് 78 അതായത് നീലക്കുയിൽ എന്ന് പറയുന്ന ചിത്രം വളരെ ശ്രദ്ധയാകർഷിച്ച ചിത്രമാണ്. ആ ചിത്രം 70 വർഷങ്ങൾക്ക് ശേഷം അത് നാടകമാകുന്നു. അടുത്തത് കേരള കൗമുദി. NPP പിന്തുണ പിൻവലിച്ചു, ആളിക്കത്തി മണിപ്പൂർ. യോഗം വിളിച്ച അമിത്ഷാ. 23 പേർ അറസ്റ്റിൽ, സർക്കാരിന് ഭീഷണിയില്ല. ലോകശക്തിയായി നമ്മുടെ ഇന്ത്യ ഹൈപ്പർസോണിക് ആയുധമുള്ള 4ാം രാജ്യമാകുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി രണ്ടും, മണിപ്പൂരിലെയും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് ആയുധമുള്ള 4ാം രാജ്യമെന്ന തരത്തിലേക്കുള്ള വാർത്തയ്ക്കും ഇടം നൽകുന്നു. ഈ കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്ത, കുട്ടികൾ നിർമ്മിച്ച ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു. ഡിജിറ്റൽ കമ്പനികളോട് കേന്ദ്രമന്ത്രി പരമ്പരാഗത മാധ്യമങ്ങൾക്ക് വരുമാന വിഹിതം നൽകണം എന്ന തലക്കെട്ട്. അതായത് പരമ്പരാഗത മാധ്യമങ്ങളുടെ ഉള്ളടക്കം ഉപയോഗിക്കുന്ന വൻകിട ടെക്നോളജി കമ്പനികളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വരുമാനത്തിന്റെ ഒരു വിഹിതം അവർക്ക് നൽകണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിൻ വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൈജീരിയയുടെ ഉയർന്ന ദേശീയ ബഹുമതി ലഭിച്ച വാർത്തയ്ക്കിടമുണ്ട്. ഫാർമസി ലൈസൻസ് പുതുക്കാൻ നെട്ടോട്ടം, പ്രശ്നം നിയമത്തിലില്ലാത്ത സർട്ടിഫിക്കറ്റ്. സംസ്ഥാനത്ത് മെഡിക്കൽ സ്റ്റോറുകളുടെ സർജിക്കൽ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കൽ നിയമത്തിലില്ലാത്ത സർട്ടിഫിക്കറ്റ് നൽകി പ്രതിസന്ധിയിലാക്കുന്നു. ലൈസൻസ് നടപടികൾ ലഘൂകരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ചട്ടഭേദഗതിയും നോക്കുകുത്തിയാക്കിയാണ് ഈ അലിഖിത രീതി തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേരള കൗമുദി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ മണിപ്പൂർ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ദീപിക. CRPF തലവൻ ഇംഫാൽ, ഡൽഹിയിൽ ഇന്ന് നിർണായക യോഗം വിളിക്കുന്നു. NPP പിന്തുണ പിൻവലിച്ചു എന്നുള്ള വാർത്ത. മുനമ്പത്ത് താക്കീതായി മനുഷ്യച്ചങ്ങല. മുനമ്പത്തെ വിഷയത്തിൽ ചേറായി ബീച്ചിൽ നിന്ന് മുനമ്പം ബീച്ച് വരെ വൈപ്പിൻ SNDP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ എറണാകുളം ജില്ലയിലെ 9 യൂണിയനുകൾ ചേർന്ന് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല. സഹകരണ രംഗത്ത് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു. VD സതീശൻ. പിടിച്ചെടുക്കുന്ന ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ തുടരണോ എന്ന് ഗൗരവമായി ആലോചിക്കും. മണിപ്പൂരിലും മുനമ്പത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച CCI സമ്മേളനം. ഈ വാർത്തകൾക്കാണ് ദീപിക പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അണയാതെ മണിപ്പൂർ വിഷയത്തിൽ മാധ്യമവും പ്രാധാന്യമേറെ നൽകുന്നു. മന്ത്രിയുടെയും MLA-മാരുടെയും വീടുകൾക്ക് വീണ്ടും തീയിട്ടു. അക്രമ സംഭവങ്ങൾ 23 പേർ അതിൽ അറസ്റ്റിലാവുന്നു. NPP പിന്തുണ പിൻവലിച്ചു എന്നടക്കമുള്ള വാർത്ത മാധ്യമവും നൽകുന്നു. ഇന്ത്യയുടെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയം, അതിവേഗം ബഹുദൂരം എന്ന തലക്കെട്ട്. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയ്ക്ക് ഇടം നൽകുന്നു മാധ്യമം. കോഴിക്കോട് ചെള്ളുപനി, യുവതി മരിച്ചു എന്ന വാർത്തയും നൽകുന്നു മാധ്യമം. വയനാടിന് സഹായം, സമ്മർദ്ദം തുടരാൻ കേരളം. മാധ്യമത്തിന്റെ ആദ്യ പേജുകളിൽ ഈ കൊമ്പനെ പറ്റിയുള്ള വാർത്തയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകളും വിശേഷങ്ങളും. മറ്റൊരു ദിവസം മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.